റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു തീവ്രവാദത്തെ നമ്മൾ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലെ സഹൽ റീജിയൻ മുഴുവൻ തീവ്രവാദം കൂണുപോളം മുളച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ വളരെ രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദിവസം പ്രതി ഒരുപാട് ക്രിസ്ത്യാനികളാണ് ആ മേഖലകളിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ സുഡാനിലൊക്കെ ഉള്ളത് വളരെ ഭീകരമായ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം ഒരു തീവ്രവാദത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. തീവ്രവാദം അവിടെ കൂടുപോലെ മുളച്ചു പൊന്തുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആ മേഖലകളിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐസിസിൻ്റെ പല വിങ്ങുകൾ അവിടെ ഭയങ്കരമായിട്ട്, ഇപ്പോൾ സൊമാലിയ അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആണ് ഇതേ സാഹചര്യമാണ് മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഇനി അവിടെ നിന്ന് നമ്മൾ പാകിസ്ഥാനിലേക്ക് വരിക. ഇപ്പം ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ അതേ തീവ്രവാദത്തെ ഇപ്പം ബംഗ്ലാദേശ് ഹാർബർ ചെയ്ത് നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, വളർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെയുള്ള തീവ്രവാദം, ഈ ഇന്ത്യയിൽ നടക്കുന്ന തീവ്രവാദം, അതുപോലെ തന്നെ ഇനി യൂറോപ്പിലേക്ക് പോകുമ്പം ഇതേ പ്രദേശത്ത് നിന്നാണ് തീവ്രവാദം അങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് പോകുമ്പോൾ അവിടെയും ഇതേ തീവ്രവാദമാണ് കയറ്റി അയച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല സിസ്റ്റങ്ങൾ, ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ പല സിസ്റ്റങ്ങൾ ഒരേ സ്ഥലത്തിരിക്കുന്നു, പക്ഷേ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർനെറ്റിനെ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡാറ്റാ സെൻറ്റർ, ഒരു സെപ്പറേറ്റ് സെൻറ്ററുണ്ട്. അവിടെ നിന്ന് ഈ പല സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നത് പോലെ പല സിസ്റ്റങ്ങൾ പോലെ ഓരോ തീവ്രവാദി സംഘടനകളുണ്ട്. പക്ഷേ അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിനെ എല്ലാം കണക്ട് ചെയ്ത് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതേ സാധനം തന്നെയാണ് ഈ തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ്. പല രീതിയിൽ ഇപ്പം നമ്മൾ നൈജീരിയയിൽ അന്നത്തെ ഈ എന്താ പറയുക, ഈ ബണ്ടിറ്റുകൾ, ഈ കൊള്ളയടിക്കാനും കന്നുകാലികളെ കൊള്ളയടിക്കാനും അങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകളെ റാഡിക്കലൈസ് ചെയ്ത് അവർ യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്നത് കൊലപാതകം എന്നുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇസ്ലാമിക റാഡിക്കലൈസേഷൻ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ പണ്ട് ചെയ്ത സാധനങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്നു. എന്ന് വെച്ചാൽ അങ്ങനെയാണ് പലപ്പോഴും ഇതിനെ ഇവർ മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് യൂറോപ്പിൽ സംഭവിച്ചത്. യൂറോപ്പിലേക്ക് ഈ തീവ്രവാദം അവർ കടത്തിവിട്ടു. അവിടെ നമുക്കറിയാം ഇപ്പോൾ ഈ ഏറ്റവും അടുത്തുള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ക്രിസ്മസ് മാർക്കറ്റുകൾ, ജർമ്മനിയിൽ പല ക്രിസ്മസ് മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നാണ് ജർമ്മൻ സർക്കാർ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഭാരിച്ച ചിലവ് ഉണ്ടാകും എന്നുള്ളത്. കാരണം അതുപോലെ ഭീഷണിയാണ് ജർമ്മനിയിൽ ഈ ആക്രമണം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഭീകരർ ഈ ആക്രമണം നടത്തുന്നത്? ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇപ്പോൾ ബ്രിട്ടനിലാണെങ്കിലും സ്പെയിനിലോ ഇവിടെ എവിടെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ നെതർലാൻഡ്സിലാണെങ്കിലും എവിടെയും എന്തുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. ആ ആക്രമണം ഇവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തേക്കുന്നതാണെന്നുള്ളത്. അതാണ് അതിൻ്റെ ഭീതിതമായ വസ്തു എന്ന് പറയുന്നത്. ഇവർ ആക്രമണം നടത്തുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെയൊക്കെ ഈ ആക്രമണം ഇപ്പോൾ കണ്ടില്ലേ, ജർമ്മനി ക്രിസ്മസ് മാർക്കറ്റ് അടയ്ക്കുന്നു. എന്ന് വെച്ചാൽ പതിയെ ക്രിസ്ത്യാനിറ്റിയുടെ ഇങ്ങനെ അതൊക്കെ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവർ ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നുള്ളത് അവരുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ആ ഐഡൻറ്റിറ്റിയുടെ ഭാഗങ്ങളെ പതിയെ നാച്ചുറലായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്തുവാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? എന്താണ്? ഇസ്ലാമിസ്റ്റുകളെ പേടിയാണ്, ഇസ്ലാമിക തീവ്രവാദത്തെ പേടിയാണ്. ഇത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമാണ്. ഇനി ബ്രിട്ടനിലേക്ക് വരിക. ബ്രിട്ടനിലെ ഒരുപാട് അവരുടെ മേയർമാരെല്ലാം ഈ ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവിടെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട, അതുമല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട പല ആഘോഷങ്ങൾ, അതുമല്ലെങ്കിൽ പല സമ്മേളനങ്ങളടക്കമുള്ളത് അവർ നിരോധിക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ പതിയെ ഹമാസിൻ്റെ തീവ്രവാദികളെ ഇവിടെ നിന്നെല്ലാം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഈ ഹമാസിൻ്റെ തീവ്രവാദികൾ മാത്രമല്ല അവിടെയുള്ളത്. ഇറാൻ്റെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത് അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അടക്കമുള്ള ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന, ഫണ്ട് ചെയ്യുന്ന ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത്. സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അവരെവിടെയൊക്കെ ചെല്ലുന്നു അവിടെയെല്ലാം അവർ ഈ സംസ്കാരം പുറത്തെടുക്കുന്നു. അത് നാച്ചുറലായിട്ട് വരും. നമുക്ക് ഈ ഇൻസിഡൻറ്റുകൾ, ഈ രാജ്യം ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നതാണെങ്കിൽ യൂറോപ്പിൽ നടക്കുന്നത്, ഇവിടെയുള്ള ഇൻസിഡൻറ്റുകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്ന തീവ്രവാദം. അവർക്കതിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പലപ്പോഴും ഏറ്റവും ഭീതിതമായ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് കേരളം സെക്കുലറാണ്,
അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്, ഇവിടുത്തെ RSS ആണ് ഭീകരർ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ കമൻറ്റുകളും, ഇപ്പോൾ ഡൽഹിയിൽ തീവ്രവാദി ആക്രമണമുണ്ടായി, അപ്പോൾ പുറത്തു വരുന്ന കമൻറ്റുകളും എല്ലാം നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ BJP ഗവൺമെൻറ് എന്ന് പറയുന്നത്, ഇപ്പം NDA ഗവൺമെൻറ് എന്ന് പറയുന്നത്, അതിനെ താഴെ ഇറക്കാനുള്ള സ്റ്റെഫ് ഇന്ന് കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ്, കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾക്കും ഇല്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇനി ഈ സർക്കാരിലൊരു മാറ്റം വരുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധമാണ് അനിവാര്യമായിട്ടുള്ളത്. പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ പാകിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം പോലും അതാണ്, ഒരു യുദ്ധം ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു യുദ്ധം വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സെക്കുലറിസം പ്രസ്താവിക്കുന്ന ആളുകൾ, BJPക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, NDAക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, RSSനെതിരെ സംസാരിക്കുന്ന ആളുകൾ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യം. കാരണം അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ ആക്രമിക്കുകയോ വേറെ ആര് തീവ്രവാദി ആക്രമണങ്ങൾ ഇവിടെ നടത്തുകയോ ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞും ഏറ്റവും അങ്ങേയറ്റമായിട്ട് അവർ കാണുന്നത് ഇവിടുത്തെ NDA ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക. അവർക്ക് രാജ്യത്തെ കഴിഞ്ഞും അപ്പുറമായിട്ട് അവരുടെ പല കമൻറ്റുകളിലും നമുക്ക് മനസ്സിലാകുന്നത് രാജ്യത്തിൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ചും അപ്പുറത്ത്, രാജ്യത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾക്കും അപ്പുറത്ത് ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പും അവരുടെ പ്രതികരണവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏത് വിധേനയും ഈ സർക്കാരിനെ മാറ്റി നിർത്താൻ അവർ ആരുടെ കൂടെ വേണമെങ്കിലും ചേരാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടായാൽ, ഒരു പക്ഷേ ഇവിടെയുള്ള നമ്മളീ പറയുന്ന പലപ്പോഴും ഈ ഹമാസിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, ഇപ്പോൾ ഡൽഹിയിൽ നടന്ന തീവ്രവാദത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ, എന്ന് വെച്ചാൽ അത് ഇലക്ഷൻ്റെ ഒരു ഗിമിക്സാണ്, അതുപോലെ ഇലക്ഷൻ കാലമായപ്പോൾ ഇപ്പോൾ NDA ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഏതു വിധേനയും ഈ NDA സർക്കാരിനെ താഴെ ഇറക്കുക, അത് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും അപ്പുറത്ത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളുകൾ, ഇവരെല്ലാം നാളെ ഒരു ക്രൈസിസിലേക്ക് രാജ്യം പോകുമ്പോൾ രാജ്യത്തിനെതിരെ തിരിയാനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ഭീതിതമായ വസ്തുത ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ് യൂറോപ്പിലാണെങ്കിലും സംഭവിക്കുന്നത്. യൂറോപ്പിലും ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കരമായ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, വളരെ തീവ്രമായ രീതിയിലാണ് ഇവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്രൈസിസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവർ ഉയർത്തെഴുന്നേൽക്കാനും ഈ തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ നടത്താനും രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാനും ഇവർക്ക് കഴിയുമെന്ന് യൂറോപ്പിന് വളരെ നന്നായിട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പ് വളരെ ശക്തമായ ആക്ഷൻ എടുക്കുന്നത്. അതുതന്നെയാണ് ട്രംപ് ഭരണകൂടം അമേരിക്കയിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്ലാനുകളാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അവരുടെ പല പ്രസ്താവനകളിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏത് രാജ്യത്ത് അവർ ചെന്നാലും ആ രാജ്യത്തോട് ഒരു അല്പം പോലും കൂറ് കാണിക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആ രാജ്യത്തെ ഏത് രീതിയിലും അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ഒരു ചിന്താധാരയുടെ ഭാഗമാണ് ഈ തീവ്രവാദം എന്നുള്ളതും അതെല്ലാം ഒരു നെറ്റ്വർക്കിൻ്റെ, ഒരു ബ്രെയിനിൻ്റെ ഭാഗമാണ് എന്നുള്ളതും മാത്രമാണ് നമുക്കിതിൽ നിന്ന് പറഞ്ഞു വയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ്.